നളൻ്റെ ദമയന്തി ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. എഴുതിയത് ആനന്ദ് നീലകണ്ഠൻ. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പിറന്നാളിന് വാങ്ങിത്തന്ന പുസ്തകമാണിത്. ഞാൻ പണ്ട് ബാലരമ അമർചിത്രകഥയിലായിരുന്നു ഈ നളനും ദമയന്തിയും തമ്മിലുള്ള കഥ വായിച്ചത്. അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കഥയായിരുന്നു. പക്ഷേ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ കഥയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ നോവലിൽ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വായനാനുഭവം നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഈ നളൻ്റെ ദമയന്തി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇവർ തമ്മിലുള്ള ഒരു പ്രണയം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാനും എക്സ്പെക്റ്റ് ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു. നളനും ദമയന്തിയും തമ്മിലുള്ള കാവ്യാത്മകമായ പ്രണയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും വേർപിരിഞ്ഞതിന് ശേഷം ഇവർ അനുഭവിച്ച യാതനകളും അതൊക്കെ തന്നെയായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. അതെല്ലാം തന്നെ ഈ പുസ്തകത്തിലുണ്ട്. പക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നളനും ദമയന്തിയും ഒന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിലേക്ക് വന്നത്. എൻ്റെ മനസ്സിലേക്ക് വന്നത് രണ്ട് പേരാണ്. അതിനകത്ത് ഒരാൾ ഹേമാങ്കൻ, അതായത് അരയന്നം. ഇവർ തമ്മിലുള്ള പ്രണയദൂത് കൈമാറുന്ന അരയന്നമാണ് ഹേമാങ്കൻ. രണ്ടാമത്തേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, ഋതുപർണ രാജാവ്. അദ്ദേഹം അയോധ്യയിലെ രാജാവാണ്, വൃദ്ധനായ ഒരു രാജാവാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴും ഋതുപർണ രാജാവിൻ്റെ ഒരു ജീവിത വീക്ഷണമാണ് എന്നെ ഏറെ എന്താ പറയാം, ആ ഒരു വാക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ, എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തിയതും അതുപോലെ തന്നെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചില ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ടെക്നിക്സ് ഒക്കെ എനിക്ക് കിട്ടിയത് ഈ ഋതുപർണ രാജാവിൻ്റെ ക്യാരക്ടർ ഡിസൈനിൽ നിന്നാണ്. ഈ രാജാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ ഒരു പുസ്തകത്തിൽ, അതായത് ഈ ഒരു കഥയിലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് കലിയാണ്. ഈ നളനും ദമയന്തിയും തമ്മിൽ വേർപിരിയാനുള്ള പ്രധാന കാരണക്കാരൻ കലിയാണല്ലോ. നിർഭാഗ്യങ്ങളുടെ ദേവത എന്നാണ് കലിയെക്കുറിച്ച് പറയുന്നത്. ഋതുപർണ രാജാവിനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യം, ഭാഗ്യം, വിധി അങ്ങനെ ഒന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം പരിശ്രമിക്കുക. പരിശ്രമത്തിലൂടെ നേടുന്ന അറിവ്, അത് തന്നെയാണ് ഋതുപർണ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള പ്രേരക ശക്തി. അല്ലാതെ മന്ത്രങ്ങളും ആചാരങ്ങളും വിധി, അതുപോലെ തന്നെ ദോഷം, ഭാഗ്യം, നിർഭാഗ്യം, സ്വർഗം, നരകം, പാതാളം, അത്തരം ഒരു കാര്യങ്ങളും ഋതുപർണ രാജാവിൻ്റെ നിഘണ്ടുവിലില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പരിശ്രമം തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു, എന്താ പറയുക, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു ആ വാക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ, ജീവിതത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് പരിശ്രമം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ, അതായത് ചൂതുകളിയിൽ നളൻ്റെ സഹോദരൻ പുഷ്കരൻ ചൂതുകളിയിൽ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് നളൻ വനവാസത്തിനായിട്ട് പോയത്. അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നത് ഈ കലിയുടെ ചില കുതന്ത്രങ്ങൾ മൂലമാണ് നളൻ പരാജയപ്പെട്ടതെന്നാണ്. അപ്പോൾ കലിയെ തോൽപ്പിക്കാനുള്ളൊരു മന്ത്രം ഋതുപർണ രാജാവിൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. മന്ത്രങ്ങളും ആചാരങ്ങളും ഒന്നുമല്ല ഋതുപർണ രാജാവിനെ മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമം തന്നെയാണ്. കാരണം ഇവിടെ ഈ പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. എങ്ങനെയാണ് ഈ കുതിരകളെ തളയ്ക്കാനുള്ള അശ്വഹൃദയ മന്ത്രം നളിൽ നിന്നും ഋതുപർണ രാജാവ് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചെന്താ, ഈ കുതിരയുടെ ചെവി കൂടി ഈ മന്ത്രം അങ്ങോട്ട് ഓതിയാൽ പിന്നെ അങ്ങ് നമുക്ക് സുഖമായിട്ട് കുതിരയെ അങ്ങ് പായിക്കാന്ന്. അങ്ങനെയൊന്നും അല്ലെന്നേ. രാവന്തിയോളം ഋതുപർണ രാജാവ് പരിശ്രമിച്ചിട്ട് തന്നെയാണ് ഈ കുതിരയെ തളയ്ക്കുന്ന ഈ മന്ത്രം സ്വായത്തമാക്കിയത്. എല്ലാം പെട്ടെന്ന് നേടാമെന്നുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ, അതൊന്നുമല്ല ഈ സംഭവം. അതായത് ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മളുടെ പിന്നിലുള്ള ഒരു കറുത്ത നിഴലാണ് ഈ കലി എന്ന് പറയുന്നത്. നമുക്ക് നമ്മളോടുള്ള സ്നേഹം നമ്മളോടുള്ള സ്നേഹം അത് എന്ന് ഇഷ്ടമല്ലാതെ വരുന്നോ, നമുക്ക് നമ്മളെ എന്ന് വെറുക്കുന്നോ, അന്ന് കലി നമ്മളെ അങ്ങ് വിഴുങ്ങും. അത്രേ ഉള്ളൂ സംഭവം. അതായത് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്ത സമയത്താണ് ഈ കലി വിഴുങ്ങുന്നത്. നമ്മൾ എത്രത്തോളം നമ്മളെ ചേർത്ത് പിടിക്കുന്നു, നമ്മൾ എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു, അന്ന് കലി നമ്മളിൽ നിന്ന് പോകും. അത്രേ ഉള്ളൂ. ഋതുപർണ രാജാവിനെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ജീവിതം ആനന്ദിക്കുകയാണ്. അദ്ദേഹം ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കലി 10 എന്തൊക്കെ അടവ് നോക്കിയാലും അദ്ദേഹത്തെ തൊടാൻ പോലും പറ്റില്ല. പക്ഷേ നളൻ്റെ സംഭവം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഒരു നിഷാദ വംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര പേടിയായിരുന്നു ദമയന്തി കല്യാണം കഴിക്കാനായിട്ട്. ദമയന്തി വിവാഹം കഴിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താനൊരു നിഷാദ വംശത്തിൽപ്പെട്ടവനാണ്, താൻ ഡിസേർവിംഗ് ആണോ ദമയന്തി എന്നുള്ള ആകുലതകളെല്ലാം നളനെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു.
ഒരുപക്ഷെ ആ ആകുലതകളാണ് തനിക്ക് ഇല്ലാത്തൊരു മതിപ്പില്ലായ്മയാണ് നളനെ കാട്ടിലേക്ക് നയിച്ചത്. പിന്നെ ഹേമാങ്കൻ, ഞാൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഹേമാങ്കനെ പോലത്തെ ഒരു സുഹൃത്ത് നമുക്കറിയാലോ. നമ്മൾ സുഹൃത്തുക്കളെന്ന് വിചാരിക്കുന്ന പലരും നമ്മളെ സുഹൃത്തുക്കളൊന്നും ആയിരിക്കില്ല. അവർ നമ്മളോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കും. എന്നിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളെ കുടുംബത്തിലും നമ്മളുടെ മനസ്സിലൊക്കെ വിഷം നിറച്ചിട്ട് പോവും. പക്ഷെ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളുടെ സന്തോഷത്തിലും നമ്മളെ വിജയത്തിലൊക്കെ അവരെപ്പോഴും ഭയങ്കര സന്തോഷിക്കുന്നുണ്ടെന്ന്. എന്നാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് നല്ല ആൾക്കാരെയും മോശപ്പെട്ട ആൾക്കാരെയും പലപ്പോഴും ഫിൽട്ടർ ചെയ്യാൻ പറ്റാതിരിക്കും. ആ ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം തന്നെ നമുക്ക് നമ്മളെക്കുറിച്ചുണ്ടാകുന്ന ചില സെൽഫ് ഡൗട്ടുകൾ മൂലമാണ്. നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള സെൽഫ് ഡൗട്ടുകൾ കാണും. നമുക്ക് തെറ്റായ ആൾക്കാർ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും. അവർ നമ്മൾ പോലും അറിയാതെ രഹസ്യമായിട്ട് ഇങ്ങനെ വിഷം തുപ്പിയിട്ട് പോകും. നമ്മളെ ലൈഫ് തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ ലൈഫിനെ വലിച്ചഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവന്ന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു പുസ്തകം, നളൻ്റെ ദമയന്തി, നളനും ദമയന്തിയും തമ്മിലുള്ള കാവ്യാത്മകമായിട്ടുള്ള പ്രണയം അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് ജീവിതത്തിൻ്റെ ഒരു വീക്ഷണം, അത് നിങ്ങളുടെ ജീവിത വീക്ഷണം അതൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് രൂപപ്പെടുത്താനായിട്ട് ഈ പുസ്തകം നിങ്ങളെ സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഈ പുസ്തകം വായിക്കുമല്ലോ അല്ലേ? മസ്റ്റ് റീഡാണ് കേട്ടോ. ഓക്കെ.